നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കൂട്ടിവരുത്തിയ ജനത്തിനായി സ്തോത്രം. ഇനിയും കടന്നു ഒരുപാട് ജനത്തെ കർത്താവ് നിന്റെ ശക്തിയാലും നിന്റെ ജ്ഞാനത്താലും കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളെ ധ്യാനിപ്പതൊക്കെ വേണം. നിന്റെ കൃപയാൽ ഞങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെവികളെ തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മീക നേത്രങ്ങളെ, ആത്മീയ ചെവികളെയും കർത്താവ് തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളെ ധ്യാനിച്ച് കർത്താവ് ഗ്രഹിക്കാതിരിക്കത്തക്ക വേണം. ഈ ലോകത്തിൻ്റെ ദൈവമായ അവിശ്വാസികളെ ഹൃദയത്തെ കൂരിടാക്കുമ്പോൾ നിന്റെ പ്രായശ്ചിത്തം ഇതുമായിട്ട് സ്വതന്ത്രമായി വരട്ടെ കർത്താവ്. നിന്റെ നാമത്തിൽ സ്വതന്ത്രമായി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കടന്നു ചെല്ലുന്ന ഓരോ വ്യക്തികളെയും, അവരുപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയും, യൂട്യൂബിൽ ഇനി കാണുന്നവരെയും ഉപകരണങ്ങളെയും അവരെയും നിന്റെ നാമത്തിൽ നിന്റെ പ്രായശ്ചിത്തം ഇതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുകയാണ്. മഹത്വം ക്രൂശിനെ കരേറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ കടന്നു വന്ന ജനത്തിനായ ദൈവനാമത്തെ സ്തുതിക്കുന്നു. ഇനിയും കടന്നു വരുവാനുള്ളവർ വരട്ടെ. സ്തോത്രം. കർത്താവ് അതിനായി അവരെ ഒരുക്കട്ടെ, നമ്മെ ഒരുക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് സ്തോത്രം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം, റോമാലേഖത്തെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം, ക്രിസ്തീയ മതത്തിൻ്റെ അല്ല, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാരണം ഇന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്താണ്, ക്രിസ്തു മതം എന്താണ് എന്നുള്ളത്. ക്രിസ്തു മതം നമ്മുടെ കർത്താവ് സ്ഥാപിച്ചതല്ല. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ പ്ലാൻ അല്ല. ഫിസിക്കലായിട്ടുള്ള ക്രിസ്ത്യൻ ചർച്ച് എന്നുള്ളത് ഇപ്പോഴത്തെ പ്ലാൻ അല്ല. ഓരോരുത്തരുടെ ഹൃദയത്തിലാണ് ദൈവരാജ്യത്തിൻ്റെ പണി നടക്കുന്നത്. സ്തോത്രത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടെ ചിന്തിച്ചു. 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ കൂടെ എങ്ങനെയാണ് മാനവജാതിയുടെ ഉള്ളിൽ പാപം കടന്നു വന്നത്, പാപം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യത്യാസമില്ല, എല്ലാവരും തന്നെ പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ടവരായി തീർന്നു എന്ന് നമ്മൾ വ്യക്തമാക്കിയതിന് ശേഷം റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നത് എല്ലാവരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ടു. 24 പറയാണ് എങ്കിലും അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ്. 25-ാം വാക്യത്തിൽ പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ, അറ്റോൺമെൻ്റ് ആകുവാൻ അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക്. ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവിക ഭരണകൂടം കണക്കിടുന്നത് നമ്മുടെ പ്രവൃത്തിയാലുള്ള നീതീകരണമല്ല, യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച നീതീകരണമാണ്. സൗജന്യമായിട്ട് കണക്കിടുകയാണ്. ഇങ്ങനെ സൗജന്യമായി ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത നീതീകരിക്കപ്പെട്ടവരായ വിശ്വാസികളുടെ, ഇവരെയാണ് വിശ്വാസികൾ എന്ന് വിളിക്കുന്നത്. ക്രിസ്തുയേശുവിലുള്ള ആശ്രയമുള്ളവർ, വിശ്വസിക്കുന്നവർ. ആമേൻ, സ്തോത്രം. അവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം എന്ന് വിശദീകരിക്കുന്ന കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ട്. സാമൂഹിക തലത്തിലും ചർച്ചിനകത്തും എങ്ങനെയായിരിക്കണം അവരുടെ ജീവിത രീതി. ഇത് ഇതിന് നിങ്ങളുടെ വ്യക്തിപരമായ സ്റ്റാൻഡേർഡ് കൊണ്ടോ നിങ്ങളുടെ മതത്തിൻ്റെ സ്റ്റാൻഡേർഡ് കൊണ്ടോ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ചില ചിന്തകൾ കൊണ്ടോ വിധിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. 1 കൊരിന്ത്യൻസിൽ പോൾ വ്യക്തമായിട്ട് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആത്മീകനെ ആത്മാവ് നയിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ മാത്രമേ ഇക്കാര്യങ്ങളെ വിവേചിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യനുള്ളത് മനുഷ്യാത്മാവ് അറിയുന്നു. അവണ്ണം ദൈവത്തിനുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഓരോരോ ലൊക്കാലിറ്റിക്ക് അല്ലെങ്കിൽ ഓരോ സമൂഹത്തിന്, ഓരോ മതവിശ്വാസത്തിന് അവരുടെയൊക്കെ ചില സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അത് അവരുടെ ഉള്ളിൽ ആയിരിക്കുന്നതാണ്. അത് വെച്ചുകൊണ്ട് ഇങ്ങനെയല്ലല്ലോ, നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ലോ എന്നല്ല വിധിക്കേണ്ടത്. അത് വിധിക്കാൻ സാധ്യമല്ല. അതിനോട് പറയുന്നത് അവരുടെ നീതി പ്രവൃത്തികളല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഡിവൈൻ ഗവൺമെന്റ് കണക്കെടുത്തത് ക്രിസ്തുവിൻ്റെ നീതിയാണ്. സ്തോത്രം. ശരിക്കും മനസ്സിലാക്കുക. എന്നാൽ അത് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാപപ്രവൃത്തിയിൽ മുന്നേറുവാൻ സാധ്യമല്ല. റോമാലേഖനം 6-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുമെന്നോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ചിനകത്തുള്ള കാര്യങ്ങൾ ചിന്തിച്ചത് ഞാൻ വീണ്ടും പറയുന്നത്. അതിൽ ഓരോ കാര്യങ്ങളും വളരെ നാളുകളെടുക്കും നമ്മളെ അത് പൂർണ്ണതയിലേക്ക് വരും വളരെ നാളുകളെടുക്കും. അത് ഓരോ ഇൻസ്റ്റൻസും നമ്മളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടെന്ന് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും സമയത്ത് വെളിപ്പെട്ട് കിട്ടുമ്പോൾ
നമ്മളെ തന്നെ നീതീകരിക്കാതെയും മറ്റൊരു കുറ്റം പറയാതെ, കർത്താവ് എനിക്ക് മനസ്സിലായി എന്നിൽ ഈ പ്രവൃത്തിയുണ്ട്, ലോഡ് നിന്റെ കൂടെ സഞ്ചരിച്ച് എനിക്ക് നാശം വേണ്ട, എനിക്ക് നിന്നെ വേണം, നിന്നാൽ എനിക്ക് നീതീകരിക്കപ്പെടണം. അതിനു വേണ്ടിയാണ് ക്ലാസ് എടുക്കുന്നത്. അതിനാരും കുറ്റം വിധിക്കുവാനല്ല. നമ്മുടെ നേച്ചർ അങ്ങനെയായിരുന്നു. ഏതും തോട്ടം തുടങ്ങി നമ്മുടെ നേച്ചർ അങ്ങനെയായിരുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ ആ പാപത്തിന് ശിക്ഷ വിധിച്ചുകൊണ്ട് ദൈവം നമ്മെ നീതീകരിക്കുകയാണ്. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരെ നീതീകരിക്കുകയാണ്. എങ്കിലും നമ്മൾ ജഡമുള്ളത് കൊണ്ട് പലപ്പോഴും നാം ജഡത്തിൽ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഇൻസ്റ്റൻസിലാണ് മനസ്സിലാകുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും, ഒരു ടെംപ്ടേഷനിലായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. ടെംപ്ടേഷൻ എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് അല്ലെങ്കിൽ സാൻമാർഗിക പാപത്തിലേക്കുള്ള വശീകരണം മാത്രമല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കർത്താവ് ചിലപ്പോൾ വെളിപ്പെടുത്താൻ വേണ്ടി ഒരു ടെംപ്ടേഷൻ ഉണ്ടാക്കും, ഒരു സാഹചര്യം ഉണ്ടാക്കും. ആ സാഹചര്യത്തിൽ അത് മനസ്സിലാക്കിയിട്ട് നമ്മെ തന്നെ നീതീകരിക്കാൻ നോക്കാതെ, ദൈവത്തെ കുറ്റം വിധിക്കാതെ, മറ്റു വ്യക്തികളെ കുറ്റം വിധിക്കാതെ, കർത്താവ് എനിക്ക് മനസ്സിലായി എന്നിൽ കുറവുണ്ട്, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന തടസ്സമാണ്, നിന്നോടുകൂടെ നിശ്ചയമായി വസിക്കുന്ന തടസ്സമാണ്, എനിക്കിതിനെ മാറ്റി കിട്ടണം എന്ന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് അത് മാറ്റം തരും. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, ഇങ്ങനെ ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവരുടെ ഗവൺമെന്റ് തലത്തിൽ അവരുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം? സബ്മിഷൻ ടു ദ ഗവേണിംഗ് അതോറിറ്റീസ്, അല്ലെങ്കിൽ ഭരണ അധികാരികൾക്ക് എങ്ങനെ സമർപ്പിക്കണം? ഇതാണ് റോമാലേഖനം 13-ാം അധ്യായത്തിൽ കുറെ വിശദീകരിക്കുന്നത്. അതിന് പ്രത്യേകിച്ചും റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 7 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് വിശദീകരിക്കുന്നത്. ഇത് വളരെ ഈ കാലഘട്ടത്തിൽ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വളരെ സൂക്ഷ്മതയോടും വളരെ പരിജ്ഞാനത്തോടും വളരെ സാവകാശത്തോടും കൂടെ മനസ്സിലാക്കി ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് ഈ ലേഖനം എഴുതുന്ന സമയത്ത് റോമിലുള്ള ചർച്ച്, റോമൻ ഭരണകൂടത്തിൽ, റോമൻ ഡയറക്റ്റ് ഭരിക്കുന്നത് കൈസറാണ്. അവിടെ അതിനകത്ത് ദൈവസഭയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് വിശ്വാസികളുണ്ടായിരുന്നു. അതിന് ഏറ്റവും വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫിനാൻസ് മാനേജർ, നമുക്ക് വേണേൽ വായിക്കാം. റോമലേഖനത്തിന്റെ ഞാൻ ലേഖനം തന്നെ എടുത്ത് വായിക്കുന്നു. 13-ാം അധ്യായത്തില് 16-ാം അധ്യായത്തില് ഗ്രീറ്റിംഗ്സ് പറയുന്ന സമയത്ത് അതിൻ്റെ 25-ാം വാക്യത്തിൽ പറയുന്നത്, സർവ്വസഭയ്ക്ക് മധ്യസ്ഥസൽക്കാരം ചെയ്യുന്ന ഗയോസിനെ വന്ദിച്ചുകയും പട്ടണത്തിന്റെ ഭണ്ഡാര വിചാരകനായ എരസ്തോസിനും സഹോദരനായ ക്വർത്തോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പട്ടണത്തിന്റെ ഭണ്ഡാര വിചാരകൻ എന്ന് പറഞ്ഞ ഫിനാൻസ് മിനിസ്റ്റർ. അപ്പോൾ ശ്രേഷ്ഠന്മാരായ വ്യക്തികളും എവിടെ ഉണ്ടായിരുന്നു? ദൈവസഭയ്ക്കകത്ത് ഉണ്ടായിരുന്നു. നമുക്ക് നമ്മളുമായിട്ടുള്ള വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ, അപ്പോൾ റോമാലേഖനം എഴുതിയ സമയത്ത് പോള് വളരെ വ്യക്തമായിട്ട് വാൺ ചെയ്യുന്നത് സ്തോത്രം ഗവൺമെന്റിന് അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അല്ലെങ്കിൽ ഭരണാധികാരികൾക്ക് എങ്ങനെ കീഴ്പ്പെടണം. നമ്മുടെ സാധാരണമായ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇടപെടേണ്ട കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ ഇടപെടേണ്ട ഒന്നാണ് നമ്മുടെ ഡ്രൈവിംഗ് ഫീൽഡ്, അല്ലെങ്കിൽ എന്താ പറയുന്ന MVD, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ളത്. സ്തോത്രം. നല്ല വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മുടെ വാഹന കാര്യങ്ങളും ഡ്രൈവ് ചെയ്ത് മാത്രമല്ല റോഡ് ക്രോസ് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. അല്ല, ആദ്യത്തെ വാക്യം തന്നെ ഒന്ന് വായിക്കുകയാണ് 13-ാം അധ്യായത്തിന്റെ. ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താലല്ലാതെ ഒരു അധികാരമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകിയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. ശരിക്കും മനസ്സിലാക്കണം. ഇതിന്റെ 2 വശം ഞാൻ വ്യക്തമാക്കി മനസ്സിലാക്കിയിട്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടിക്കലായിട്ട് അനുഭവിച്ചിട്ടും അത്ര ശുശ്രൂഷ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അധികാരികളെ വെച്ചിരിക്കുന്നത് ദൈവമാണ്. 2-ാം വാക്യം, ആകിയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കും.
മൂന്നാം വാക്യം, വാഴുന്നവർ, അതായത് അധികാരികൾ, സൽപ്രവർത്തിക്കല്ല ദുഷ്പ്രവർത്തിക്ക് അത്രയും ഭയങ്കരം. അധികാരസ്ഥരെ ഭയപ്പെടാതിരിക്കാൻ ഇച്ഛിക്കുന്നുവോ? നന്മ ചെയ്യുക, എന്നാൽ അവരോട് പുകഴ്ച ലഭിക്കും. നിന്റെ നാലാം വാക്യം, നിന്റെ നന്മയ്ക്കായിട്ടുള്ള അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത്. ഒരു അധികാരി വെച്ചിരിക്കുന്നത് നമ്മുടെ കൊമേഴ്ഷ്യൽ ഗവൺമെന്റുകളല്ല, ഫിസിക്കൽ ഗവൺമെന്റുകളല്ല, ദൈവം തന്നെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സുകൂടെ പല പല ചിന്താഗതികളും വരും. ഞാൻ അതൊക്കെ വിശദീകരിക്കാം. സ്തോത്രം. നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക, വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത്. ഇന്ന് വാളല്ല ഉപയോഗിക്കുന്നത്, അവന്റെ കയ്യിൽ അധികാരമുണ്ട്, കോടതികളുണ്ട്, ശിക്ഷിക്കാൻ അധികാരമുണ്ട്. സ്തോത്രം. അവൻ ദോഷം പ്രവർത്തിക്കുന്നവന്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം. അപ്പൊ ശിക്ഷയെ ഭയന്നിട്ടല്ല അനുസരിക്കേണ്ടത്, നിന്റെ മനസാക്ഷി എപ്പോഴും ക്ലീൻ ആയിരിക്കാൻ. ഇതാണ് ദൈവസന്നിധിയിൽ എപ്പോഴും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ മനസാക്ഷിയാണ് കണ്ടിന്യൂസ് ആയിട്ട് ദൈവസന്നിധിയിൽ റെക്കോർഡ് ആകുന്നതും റീഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിന്റെ മനസാക്ഷി നിന്നെ കുറ്റം വിധിക്കത്തക്കവണ്ണം ഒരു പ്രവൃത്തിയിലേക്ക് കടക്കാതെ വണ്ണം സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഓരോ വിശ്വാസിയുമാണ്. സ്തോത്രം. എന്നിട്ട് കൺക്ലൂഡ് ചെയ്യേണ്ട, അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു. അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമായതുള്ള കൊടുപ്പി, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ട ഒരു ഭയം, മാനം കാണിക്കേണ്ട ഒരു മാനം. അപ്പൊ ഇത്രയും വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത് അധികാരികളെ ദൈവം തന്നെ വെച്ചിരിക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്നവനെ ശിക്ഷിക്കുവാൻ, അത് പെന്തക്കോസ്തുകാരനായാലും വിശ്വാസിയായാലും അവിശ്വാസിയായാലും, സ്തോത്രം, അവനെ ഗുണപ്പെടുത്തിയെടുക്കാൻ, അനുസരണമുള്ള ഒരു സ്വഭാവത്തിലേക്ക് അവനെ കൊണ്ടുവരുവാൻ തക്കോണം അവനായിരിക്കുന്ന ഇടത്തില്, അവനായിരിക്കുന്ന ഫിസിക്കൽ ഗവൺമെന്റ്, കൊമേഴ്ഷ്യൽ ഗവൺമെന്റിന്റെ കീഴില് അവന്റെ സോളിനെ ഒരു അനുസരണത്തിൽ, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം, മോഡിഫൈ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം അവരൊരു പക്ഷെ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ അവന് ദൈവം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാക്കി വയ്ക്കും. ഒരു പക്ഷേ വളരെ കഠിനമായിട്ടുള്ള നിയമങ്ങളുള്ള രാജ്യത്തിലേക്ക് ചിലപ്പോൾ നല്ലൊരു വിസ കൊടുത്തയക്കും. അവിടെ തന്നെ ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ അട്രാക്ഷൻ തന്നിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിലും ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് നിന്നെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങേണ്ടത് എന്തിനു വേണ്ടിയാണ്? നിന്നെ ക്രിസ്തുവിനോട് സദൃശ്യന്മാരാക്കി രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ. എന്നാൽ ഈ കാലഘട്ടത്തില് ഈ കൊമേഴ്ഷ്യൽ ഗവൺമെന്റുകളുടെ ഉള്ളിലും വളരെയധികം കറപ്ഷൻസ് വന്നിട്ടുണ്ട്. വളരെയധികം കറപ്റ്റഡ് ആയിരിക്കുന്ന ലീഡേഴ്സ് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഇവരെയും വെച്ചിരിക്കുന്നത് നിന്റെ പരിശോധനയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണം. അവിടെ ഒരു അധികാരി, വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം, ഏതൊരു രാജ്യത്തിലായാലും ഒരു അധികാരി ദൈവപ്രവർത്തിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ നീ ഒരു ദൈവ പൈതലായിരിക്കെ, ക്രിസ്തുവിനോട് കൂടെ ഒന്നായിരിക്കെ, ക്രിസ്തു നിന്റെ തലയായിരിക്കെ, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ക്രിസ്തു നിന്റെ തലയായിരിക്കെ, ആ അധികാരിയെ സ്ഥാനഭ്രഷ്ടനാക്കുവാനും ആ അധികാരിക്ക് യോഗ്യമായ ശിക്ഷ കൊടുക്കാനുള്ള അധികാരം നിന്റെ നാവിന്മേലുണ്ട്. ഇത് നിന്നിൽ കൂടെ നിവർത്തിച്ചെടുക്കുവാനാണ് പറയുന്നത്. ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താലല്ല ഒരു അധികാരമില്ല. അപ്പോൾ ഒരു അധികാരിയെ ദൈവമാക്കി വെച്ചിരിക്കുന്ന അധികാരി ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ അധികാരിയെ നിന്റെ നാവിന്മേ തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏത് ശിക്ഷ വേണമെങ്കിലും കൊടുക്കുവാൻ നിനക്ക് അധികാരമുണ്ട്. അത് നീ ആയിരിക്കുന്ന ഗവൺമെന്റ് കീഴിൽ മാത്രമല്ല, ലോകത്തെവിടെയും. അതാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുള്ള എന്തിനേയും എന്തും ചെയ്യുവാനുള്ള അധികാരം ഇതൊരു വിശ്വാസിയുടെ നാവിന്മേലിരിക്കുന്ന. ഇതാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വിശദീകരിക്കുന്നത്. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതൊരുത്തുകയും സർവത്തിനും മീതെ തലയാക്കി
സർവത്തെയും അവന്റെ കാലിക്കലാക്കി സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമാവുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്നു. ചർച്ചിൽ കൂടെയാണ് ദൈവം ഇക്കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. ഇതിന് വേണ്ടത് എന്താ? നിന്നിൽ ക്രിസ്തു വസിക്കുവാനും നീ ക്രിസ്തുവിൽ വസിക്കുവാൻ തക്കവണ്ണം നിന്നെ സബ്മിറ്റ് ചെയ്യുക. അപ്പൊ നിനക്ക് ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്തെ ലഭിക്കുന്ന സൗജന്യ നീതീകരണം ഗവൺമെന്റ് തലത്തിൽ നീ വെളിപ്പെടുത്തിയിട്ട് അതിന് എഗൻസ്റ്റ് ആയിട്ട് ഏതെങ്കിലും അധികാരി രാഷ്ട്രീയക്കാരാലോ വ്യക്തി താല്പര്യങ്ങളാലോ വശീകരിക്കപ്പെട്ട് നീതിക്ക് അവരെ ബലമേൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള നീതി പ്രവൃത്തി നടത്തേണ്ടതിന് പകരം അനീതി ചെയ്യുകയാണെങ്കിൽ ആ അധികാരികളുടെ മേല് കർത്തൃത്വം നടത്തി യോഗ്യമായ ശിക്ഷ കൊടുക്കുവാനുള്ള അധികാരം ദൈവസഭയ്ക്ക് ഉണ്ട്. ഇത് ഞാൻ പലയിടത്തും ചെയ്യുവാൻ ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അവന്റെ കൃപയാൽ, എന്റെ കഴിവന്റെ ബുദ്ധി കൊണ്ടല്ല, അവന്റെ കൃപയാൽ ഞാൻ ആയിരിക്കുന്ന ഇടത്തില്, രാജ്യത്തില്, ഈവൻ ഇന്ത്യക്ക് പുറത്തും ചെയ്യുവാൻ അവന്റെ വലിയ കൃപയാൽ അത് അധികാരം തന്നിട്ടുണ്ട്, ചെയ്തെടുത്തിട്ടുമുണ്ട്. ഇതാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ അധികാരം. പുറമേ മനുഷ്യർ നമ്മൾ കുപ്പയെന്ന് എണ്ണും, പുറമേ മനുഷ്യർ നമ്മളെ മുഖത്ത് തുപ്പും. പക്ഷേ ഭൗതികമായിട്ട് നാം ഒന്നുമില്ലെങ്കിലും ആത്മീകത്തിൽ നാം സ്വർഗത്തിലും ഭൂമിയിലും എന്തിനേയും എന്ത് ചെയ്യുവാൻ അധികാരമുള്ളവനോട് കൂടെ ഒന്നാണ്. ഇതിനു വേണ്ടി ആവശ്യമായത് എന്താണ്? നമ്മുടെ ജഡത്തെ സമ്പൂർണമായിട്ട് ക്രൂശിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു വ്യക്തി താല്പര്യത്തോടോ അനുകൂലപ്പെടുകയോ ഇടറുകയോ ഇതൊന്നും നമ്മളിൽ പാടില്ല. പൂർണ്ണമായിട്ട് ക്രിസ്തുവിന്റെ ആത്മാവിന് നമ്മൾ കർത്തൃത്വം നടത്തത്തക്ക വേണം. ഒരു ഭരണാധികാരി നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തായിക്കോട്ടെ, ഇന്റർനാഷണൽ ആയിക്കോട്ടെ, ദൈവത്തിന്റെ എറ്റേണൽ പ്ലാനെതിരായിക്കൊണ്ട്, ദൈവജനത്തിനെതിരായിക്കൊണ്ട് അവന് ലഭിച്ചിരിക്കുന്ന അധികാരത്തെ മിസ്യൂസ് ചെയ്തുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവനെ സ്ഥാനഭ്രഷ്ടനാക്കുക മാത്രമല്ല യോഗ്യമായ ശിക്ഷ കൊടുക്കാനുള്ള അധികാരം നിന്റെ നാവിലാണ് ഇരിക്കുന്നത്. ഈ അധികാരം ഉപയോഗിച്ചാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ റോമൻ സാമ്രാജ്യത്തെ കീഴ്മേൽ മറച്ചത്. ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. മേദോ പെർഷ്യ, അശ്ശൂർ രാജ്യത്തിൽ നിന്നാണ് ബാബിലോൺ പിടിച്ചെടുക്കുന്നത്. ബാബിലോണിന്റെ അധികാരത്തിൽ നിന്നാണ് മേദോ പെർഷ്യ കടന്നു വരുന്നത്. ബാബിലോണെ കീഴ്പ്പെടുത്തിയിട്ടാണ് മേദോ പെർഷ്യ പിടിച്ചെടുക്കുന്നത്. മേദോ പെർഷ്യയെ കീഴ്പ്പെടുത്തിയിട്ടാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഗ്രീസ് സാമ്രാജ്യം പിടിച്ചെടുക്കുന്നത്. ഗ്രീസിന് പിളർന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നാണ് റോമൻ സാമ്രാജ്യം എത്താലോസ് 3-ാമന്റെ കാലത്ത് അവന് മക്കളില്ലാതിരുന്നു കൊണ്ട് റോമൻ സാമ്രാജ്യത്തിന് എഴുതി കൊടുക്കുന്നത്. റോമൻ സാമ്രാജ്യത്തെ കുറിച്ച് കൊണ്ട് ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 2-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വെളിപ്പാടനുസരിച്ചുകൊണ്ട് ഭൂമിയിലെ യാതൊരു മൃഗത്തോടും കമ്പയർ ചെയ്യാൻ പറ്റാതെ വണ്ണം ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗത്തോടാണ് റോമൻ സാമ്രാജ്യത്തെ ഭൂമിച്ചിരിക്കുന്നത്. അതുപോലെ ദാനിയേൽ 2-ാം അധ്യായത്തില് അരയ്ക്ക് കീഴെ 2 കാലുകള് ഇരുമ്പുകൾ തുല്യമായതാണ്. അത് എന്തിനേയും മെതിച്ചു കളയുന്നതാണ്. അത്തരം ശക്തിയുള്ളതായ ഒരു സാമ്രാജ്യത്തെ മറ്റൊരു സാമ്രാജ്യമല്ല കീഴ്പ്പെടുത്തിയത്. വയറ് പട്ടിണിയാണെങ്കിലും പൗലോസ് പറഞ്ഞ് മാറിയെടുക്കാൻ വസ്ത്രമില്ല, സ്ഥിരവാസമില്ല, അങ്ങനെ ഇരിക്കുന്ന ദൈവസഭയാണ് റോമൻ സാമ്രാജ്യത്തെ കീഴ്മേൽ മറച്ചത്. ഇന്നും അത് നടക്കുന്നുണ്ട്. ആരും അറിയില്ല, പുറമെ ജനസംഖ്യ കാണുകയില്ല, ആൾപ്പെരുപ്പം കാണില്ല, തീപ്പൊരി പ്രസംഗങ്ങൾ കാണുകയില്ല. പക്ഷേ നീ ഒരു പക്ഷേ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒറ്റയ്ക്കായിരിക്കാം, നിന്നെ ആരും ആത്മീയത്തിൽ അറിയുന്നില്ലായിരിക്കും. പക്ഷേ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി ക്രിസ്തു നിന്നിൽ വസിക്കുന്നുവെങ്കിൽ നിന്നിൽ കൂടെ ദൈവം നീതി നടത്തുവാനാക്കി വെച്ചിരിക്കുന്ന അധികാരികൾ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കുന്നുവെങ്കിൽ നിന്നിൽ കൂടെ ആ അധികാരം ചെയ്തെടുക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതിനാ നിന്നെ അവനോട് സദൃശ്യമാക്കി വെച്ചിരിക്കുന്നത്. അതിനാ നീ ക്രിസ്തുവിന് ധരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടത്. എന്നാൽ നിന്നെ ടെംപ്റ്റ് ചെയ്യത്തക്ക വേണം ഈ അധികാരികളുടെ ചുറ്റും അനേകായിരമായിട്ടുള്ള വഞ്ചനകളും കപടങ്ങളും കറപ്ഷൻസും ഉണ്ട്. ഒന്ന് കൈക്കൂലി, അല്ലെങ്കിൽ ഉന്നത സ്ഥാനന്മാർ കൂടെയുള്ള റെക്കമെൻഡേഷൻസ്. ഇതിലൊന്നും നീ പോകാതെ സ്വർഗത്തിലും ഭൂമി സർവത്തിന്റെ മീതെ ദൈവമായിരിക്കുന്നവൻ, ഉന്നതന് മേലെ അത്യുന്നതൻ വാഴുന്നവനാണ് നിന്നോട് തലയായിരിക്കുന്നത്. അവനോട് കൂടെയാണ് നീ ഒന്നായിരിക്കുന്നത്. ഈ ബോധ്യം ഇതെല്ലാം വേണം. അല്ലാതെ ഇതെല്ലാം മാറ്റിയിട്ട് കർത്താവിന്റെ പേരും പറഞ്ഞുകൊണ്ട്
മറ്റു വല്ല വിധത്തിലും എക്യുമെനിക്കൽ പ്രസ്ഥാനമോ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിരിക്കുന്ന ചിന്താഗതികളോ ഇതിൽ കൂടെ ഒന്നും സാധ്യമല്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്റെ ഹൃദയത്തിലാണ് ദൈവരാജ്യത്തിന്റെ പണി ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് നീ നിന്നെ തന്നെ ഭരണാധികാരികൾക്ക് ഭരണകൂടത്തിന് സബ്മിറ്റ് ചെയ്ത് നിന്നിൽ ക്രിസ്തുവിന്റെ നീതി വെളിപ്പെടുത്തി നീ യോഗ്യമായ ജീവിതം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ഇടത്തില് നീ വസിക്കുന്നുവെങ്കിൽ നിനക്കെതിരായിട്ട് ടെംപ്ടേഷൻസ് വരും, നിനക്കെതിരായിട്ട് ചുറ്റുപാട് പോർവിളികൾ വരും, നിനക്കെതിരായിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴൊക്കെയും തന്നെ ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ചുണ്ട്. അഥവാ ഭരണാധികാരി നിനക്കെതിരായിക്കൊണ്ടോ നിന്റെ വിശ്വാസത്തിനെതിരായിക്കൊണ്ടോ നാം ചെങ്കോലെടുക്കുകയാണെങ്കിൽ, രാഷ്ട്രീയ ഇൻഫ്ലുവൻസ് കൊണ്ടോ വ്യക്തി താല്പര്യങ്ങൾ കൊണ്ടോ എടുക്കുകയാണെങ്കിൽ, നിന്റെ വായിൽ തന്നിരിക്കുന്ന അധികാരം, നിന്റെ നാവിൽ തന്നിരിക്കുന്ന അധികാരം നീ എക്സസൈസ് ചെയ്യണം. അല്ലാതെ അധികാരികൾക്ക് മെമ്മോറാണ്ടം കൊടുക്കുവാനോ മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് ഞങ്ങളുടെ കയ്യിൽ കുറെ വോട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയക്കാരെ വിളിച്ച് സ്റ്റേജിൽ കയറ്റുവാനോ അല്ല ദൈവവചനം ഉപദേശിക്കുന്നത്. കാരണം ഇതിനൊക്കെ മിസ്ലീഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ദൈവസഭകൾ എന്ന് പേർ വിളിക്കുന്നവരുടെ പല കൺവെൻഷനുകളും ഈവൻ വേണ്ട ഭവന പ്രാർത്ഥനകളിൽ പോലും രാഷ്ട്രീയക്കാർ കഴിഞ്ഞുറങ്ങുന്നത്. ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴ്പ്പെടാന്ന് പറഞ്ഞിരിക്കുന്നത് ഓരോ രാജ്യത്തിനും ഭരണ വ്യവസ്ഥയുണ്ട്, പീനൽ കോഡ് ഉണ്ട്, ഇന്ത്യൻ പീനൽ കോഡ് IPC. അതിന്റെ നിയമപാലകരായിട്ടാണ് ഇവരെ വെച്ചിരിക്കുന്നത്. അതിന് അതീതമായിട്ട് അവരിൽ കൂടെ ശത്രു പ്രവർത്തിച്ച് ദൈവത്തിന്റെ എറ്റേണൽ പ്ലാന് വിരുദ്ധമായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്ലാൻ ആയിരിക്കുന്ന ക്രിസ്തു എന്ന ശരീരത്തെ വളർത്തി തന്നെ പോലെ ഒരു കൂട്ടം ജനത്തെ താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധരാക്കി രൂപാന്തരപ്പെടുത്തി കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ആ പ്രക്രിയക്ക് വിരുദ്ധമായി കൊണ്ട് സേറ്റാനായവൻ ഏതെങ്കിലും വിധത്തിൽ ഈ ഭരണാധികാരിയിൽ കൂടെ കറപ്ഷൻ കൊണ്ടുവന്ന് ദൈവസഭയെ പ്രവൃത്തിയെ മുടിപ്പിക്കാൻ നോക്കുന്നെങ്കിൽ നീ വിശുദ്ധിയോടും വേർപാടോടും കൂടെ നിന്ന് എന്ന് പറഞ്ഞ നിന്റെ വ്യക്തിപരമായ വിശുദ്ധിയല്ല, ക്രൂശിൽ നിനക്ക് വേണ്ടി നിവർത്തിച്ച ആ നീതിയിൽ മാത്രം ആശ്രയിച്ച് ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് നിന്നിൽ കൂടെ അത്തരം പ്രവർത്തികൾ ചെയ്തെടുക്കാൻ ദൈവത്തിന് സാധിക്കും. പലയിടങ്ങളിലും പല അവസ്ഥയിലും ഈ കാര്യം കർത്താവ് എന്നിൽ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കത് പരസ്യമായിട്ട് പറയാൻ സാധ്യമല്ല. അധികാരികൾ വന്ന് ക്ഷമ ചോദിക്കത്തക്ക വേണം കർത്താവ് പ്രവർത്തികൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വിരുദ്ധമായി, ദൈവത്തിന്റെ എറ്റേണൽ പ്ലാന് വിരുദ്ധമായി അധികാരികൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം മിസ്യൂസ് ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രേരിതരായി അതിനുവേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. ചില പരിശോധന ഉണ്ടാവും. നമ്മുടെ ഹൃദയം വളരെ ഏകാഗ്രമായി ക്രിസ്തുവിന് മാത്രം ആശ്രയിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, ദൈവത്തിന്റെ ഓരോ വിഷയത്തിലുള്ള പ്ലാനുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൽ മാത്രം ഉറച്ചു നിന്ന് ടെംപ്ടേഷൻസ് വരുമ്പോൾ വഴുതി പോകാതെ ക്രിസ്തുവിന് ലഭിച്ചിരിക്കുന്ന അധികാരം നിനക്ക് ലഭിച്ചിട്ടുണ്ട്, ക്രിസ്തുവിനോട് കൂടെ നീ പൂർണ്ണനാണ്, നീയും അധികാരമുള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് നിനക്ക് കൃപ തരുന്നുവെങ്കിൽ ആ അധികാരം അത്തരം തെറ്റായ പ്രവർത്തിച്ച അധികാരികളുടെ മേൽ നടത്തുവാൻ നിനക്ക് ദൈവം കൃപ തരും. ഇതിന് വേണ്ടതെന്നറിയാമോ? വേർപാട് വളരെ കൃത്യമായി സൂക്ഷിക്കുക. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ വളരെ വളരെ വഞ്ചന. ഒരു റേഷ്യോ പറയുകയാണെങ്കിൽ ഒരു സത്യമുണ്ടെങ്കിൽ 100 വ്യാജ വാർത്തകളാണ് സോഷ്യൽ മീഡിയ വരുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ എന്തിനോടെങ്കിലും ചായ്വുണ്ടെങ്കിൽ അതിന് അനുകൂലമായ ഒരു വാർത്ത കേട്ടാൽ ഉടനെ നമ്മുടെ ഹൃദയം അങ്ങോട്ട് ചായും. പക്ഷെ പോകുന്നത് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റിലേക്കായിരിക്കും. അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നീ സ്ലോവിന് അതിന് കീഴ്പ്പെടുകയും നിന്റെ ഹൃദയം ദൈവരാജ്യത്തിനെതിരായി തീരുകയും ചെയ്യും, ദൈവത്തിന്റെ പ്ലാനുകൾക്ക് എതിരായി തീരും. അത്തരം ദുഷ്ടമായ വ്യാജമായ ചിന്തകള് നിന്റെ മുമ്പിൽ കൊണ്ടുവരും, നീ അറിയാതെ വഴുതിയുമ്പോൾ. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ ഒരു വ്യക്തി താല്പര്യങ്ങളോടോ ആരോടും അനുകൂല പ്രതികൂലമല്ലാതെ ഡിവൈൻ ഗവൺമെന്റ് ആക്കി വെച്ചിരിക്കുന്ന ഫിസിക്കൽ ഗവൺമെന്റിന്റെ അധികാര കാര്യങ്ങൾക്ക് നീ കീഴ്പ്പെട്ട്, അതോട് താഴെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ, നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. ഇതെല്ലാം ഞാൻ ഒന്നൊന്നും എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല. ഇപ്പൊ നമുക്ക് 1-2 എക്സാമ്പിൾ പറയാം. നിങ്ങൾ പ്രസംഗിച്ചു പോയാൽ
പ്രാക്ടിക്കലായിട്ട് ചില കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു റോഡിന്റെ വിഷയങ്ങൾ, റോഡ് ക്രോസ് ചെയ്യുന്നത്, റോഡിൽ ഡ്രൈവ് ചെയ്യേണ്ടത്, ഓവർടേക്ക് ചെയ്യേണ്ടത്, ലൈറ്റ് സിഗ്നലുകൾ പാലിക്കേണ്ടത്, റോഡിന് പുറത്തുമുള്ള സിഗ്നലുകൾ നോക്കേണ്ടത്, ഇതെല്ലാം തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം. നമുക്ക് തോന്നും അത്ര പ്രാക്ടിക്കൽ അല്ലാതെ, പക്ഷെ നിന്റെ സോളിനെ അതിനു വേണ്ടി അടിമപ്പെടുത്തണം, ദണ്ഡിപ്പിച്ച് അടിമപ്പെടുത്തണം. ഞാൻ ഭരണാധികാരിക്ക് കീഴ്പ്പെടും. എന്നാൽ ഭരണാധികാരി വ്യാജമായിട്ട് ഒരു പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അതിന് കീഴ്പ്പെടുകയല്ല വേണ്ടത്, മുഴങ്കാൽ മടക്കണം. അതിനാണ് തിമോത്തിയോസിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, അധികാരികൾക്ക് വേണ്ടി പക്ഷപാതം യാചനയും കഴിക്കണം. അവരനുഗ്രഹിക്കാന്ന് പറഞ്ഞ് നമ്മളിൽ ഒരു അനുഗ്രഹമുള്ളൂ, ക്രൈസ്റ്റ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അവനിൽ ഒരു അനുഗ്രഹമേ ഉള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ക്രൈസ്റ്റ് ഈസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഏപ്രിൽ മാസമാണല്ലോ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിന്റെ ആരംഭം. വിശ്വാസികൾ കഴിയാവുന്നിടത്തോളം ഏപ്രിൽ മാസത്തിൽ തന്നെ നിങ്ങളുടെ ഭവനത്തിന്റെ ടാക്സ്, വസ്തു ടാക്സ്, ഇതൊക്കെ ഞാൻ ചെറിയ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഏപ്രിൽ മാസം പറ്റുമെങ്കിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ, അതിൽ കുറച്ച് മെനക്കെടേണ്ടി വന്നാലും നമുക്ക് ഓപ്ഷൻ ഉണ്ട്, 2-3 മാസമൊക്കെ പുറകോട്ട് പോകാം, വേണമെങ്കിൽ വർഷത്തിന്റെ അവസാനം വരേക്ക് പോകാം. പക്ഷെ അങ്ങനെയല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് ഈ അധികാരങ്ങൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ നീ റൈറ്റ് ട്രാക്കിൽ കൂടെ പോകണം. ഒന്നിനും കടം പെട്ടിരിക്കുക. അതാ പറഞ്ഞ് എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ. ഗവൺമെന്റ് ടാക്സ് കൊടുക്കേണ്ടത് ഏപ്രിൽ 1 തുടങ്ങിയാണ് ടാക്സ് കൊടുക്കേണ്ടത്. ഏപ്രിൽ 1 കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏപ്രിൽ 1 കൊടുക്കുക. നീ കടക്കാനായിട്ട് നിൽക്കരുത്. അതേപോലെ തന്നെ ഗവൺമെന്റ് തലങ്ങളിൽ ഇന്ന് വളരെയധികം കറപ്ഷൻസിന് വേണ്ടി ഏജന്റുമാർ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെയുണ്ട്. നിനക്ക് അധികാരമുണ്ട്, നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, സർവജ്ഞാനിയായ കർത്താവാണ് നിന്റെ ജ്ഞാനം. നിനക്ക് ധൈര്യമായിട്ട് ഓഫീസറുകളെ സംസാരിക്കാം, കറപ്ഷൻ ഇല്ലാതെ നിനക്ക് ജീവിക്കാം. പല അധികാരികളും കൈക്കൂലി വാങ്ങാൻ വളരെ പ്രേരിപ്പിക്കുന്നവരുണ്ട്, കൈക്കൂലി കൊടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യില്ല എന്നാണ് വാദിക്കുന്നവരുണ്ട്. അവിടെ നമുക്ക് കർത്താവേ, ഞാൻ നിന്റെ വചനം പ്രമാണിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ കൈക്കൂലി കൊടുക്കുകയില്ല, നിന്റെ കൃപതമേ വ്യാപരിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ അധികാരിയുടെ ഹൃദയത്തെ നിനക്ക് അനുകൂലമാക്കുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. ഒരു പക്ഷെ അവൻ കറപ്റ്റഡ് ആയിരിക്കാം, പക്ഷെ അവന്റെ മേൽ കർത്തൃത്വം നടത്തുന്ന അധികാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഇങ്ങനെ നമ്മുടെ ട്രാക്കിന് നമ്മൾ അധികാരികൾക്ക് കീഴ്പ്പെടെന്ന് പറയുമ്പോൾ നീതി പ്രവർത്തി നമ്മിൽ കൂടെ വെളിപ്പെടണം. ആ നീതി പ്രവർത്തിയിൽ കൂടെ യാത്ര ചെയ്തിട്ട് വേണം നമുക്ക് അധികാരം എക്സസൈസ് ചെയ്യുക. അല്ലാതെ ഗവൺമെന്റ് അധികാരികൾ നമ്മുടെ കയ്യിൽ വോട്ടിട്ടത് കാണിച്ച് കൺവെൻഷൻ സ്റ്റേജുകളിലും കൂട്ടായ്മകളിലും പിടിച്ച് മാനിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്. അവിടെ നാം നമ്മുടെ കർത്താവിന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ട്? ഈ കാലഘട്ടത്തിൽ വളരെ പെന്തിക്കോസ്ത് ചർച്ചുകൾ പോലും വളരെ അധികം കറപ്റ്റഡ് ആയി പോയി. അധികാരികളുമായിട്ട് തോളോട് തോൾ ചേർന്ന് നടക്കുക. രണ്ടുപേരും ഒത്തിട്ടല്ലാതെ നടക്കാൻ സാധിക്കില്ല. ക്രിസ്തുമായിട്ട് ഒത്തിട്ടാണ് നടക്കേണ്ടത്. ഇന്ന് ലോകമായിട്ട് ഒത്ത് നടക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് നിനക്ക് വ്യക്തിപരമായിട്ട്, നിന്നെ ആരും ഒരു പക്ഷെ അറിയില്ലായിരിക്കും, നിനക്ക് വ്യക്തിപരമായിട്ട് ഈ നീതിയിൽ നിന്നുകൊണ്ട് ക്രിസ്തുവേശു വിശ്വസിക്കുന്നതിനാൽ സൗജന്യമായി ലഭിക്കുന്ന നീതീകരണത്തിൽ നിലനിന്നുകൊണ്ട് നിന്റെ മുമ്പിൽ നല്ല ടെംപ്ടേഷൻസ് വരും. ചിലപ്പോൾ കൈക്കൂലി കൊടുക്കാതെ കാര്യം നടക്കില്ല വെച്ച കാര്യം വരും. പക്ഷെ അവിടെ നിലനിന്നാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ വളരെ പ്രത്യേകിച്ച് കേരളത്തിൽ വന്നതിന് ശേഷം വളരെ ഓരോ സബ്ജക്റ്റിലും ഓരോ പ്രവൃത്തിയിലും ഈ കേരളത്തിലെ കറപ്ഷൻസ് അറിയാമല്ലോ, അതിൽ നിന്നുകൊണ്ട് നീതി പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന ഇടത്തിൽ ഗവൺമെൻറ് ഓഫീസ് സ്ഥലങ്ങളിൽ ആ നീതി നടപ്പിലാക്കിക്കൊണ്ടാണ് കർത്താവിനെ നിർത്തിയിരിക്കുന്നത്. ചിലപ്പോൾ പല പ്രയാസങ്ങൾ വരും, ചില ബുദ്ധിമുട്ടുകളും, ചില കാര്യങ്ങൾ നടന്നെടുക്കാൻ സമയം വരും. പക്ഷെ മുഴങ്കാൽ മടക്കുക, കർത്താവേ എനിക്ക് നിൻ്റെ പൈതലായിട്ട് ജീവിക്കണം. ഞാൻ ചിലപ്പോൾ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലായിരിക്കാം, അവിടെയും നിങ്ങൾക്ക് ദൈവനീതി നടത്തിയെടുക്കാൻ സാധിക്കും. അധികാരികൾ ഉന്നതൻ്റെ മേലെ അത്യുന്നതനും വാഴുന്നു. നമ്മുടെ കർത്താവാര സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരമുള്ളവൻ. അപ്പോൾ ഈ അധികാരികൾ വെച്ചിരിക്കുന്ന ആരാ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം, ദൈവത്തന്നല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. അപ്പോൾ അവരെ വെച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 1-2 അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചിരിക്കുന്നു. അവനോട് കൂടെ നാമം ഒന്നാണ്. ഇത് നമ്മളിൽ എക്സസൈസ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ ഫ്ലഷിന് നല്ലവണ്ണം ക്രൂസിഫൈ ചെയ്യണം. ഏതൊരു ടെംപ്ടേഷൻ വന്നാലും അതിന് വശീകരിക്കപ്പെടരുത്.
കീഴ്പ്പെടുത്തി കർത്താവെ ക്ഷമയോടുകൂടെ നമ്മുടെ ഹ്യൂമാനിറ്റി നമ്മളതിന് പ്രേരിപ്പിക്കും. അതൊക്കെ നാട്ടു നടപ്പാണെന്ന് പറയും. നാട്ടു നടപ്പ് അവിടെ കിടക്കട്ടെ, വിശ്വാസിയുടെ നടപ്പതല്ല. നാട്ടു നടപ്പ് വേറെ, വിശ്വാസിയുടെ നടപ്പ് അത്. ഈ ലോകത്തിൻ്റെ കാലഗതിക്കനുസരിച്ച് ഒരു പക്ഷേ നമ്മൾ നടന്നവരായിരുന്നു. അതിൽ നിന്നാണ് കർത്താവ് നമ്മൾ വിളിച്ച് വേർതിരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, സാമാന്യമായതിനെ വേർതിരിക്കുന്നതാണ് നീ. നീ സാമാന്യമായത് പ്രവർത്തിക്കുന്നവരുടെ കൂടെ സാമാന്യമായ രീതിയിൽ നാട്ടു നടപ്പ് പ്രവർത്തിക്കാനുള്ളതല്ല. അവിടെ നിനക്ക് കുറച്ച് വില കൊടുക്കേണ്ടി വരും. ചില നഷ്ടങ്ങൾ ചിലപ്പോൾ വരാം, ചില കാര്യം നടന്നില്ല എന്ന് വരാം. സമാധാനത്തോടെ കാത്തിരിക്കുക. കർത്താവ്, ഞാൻ നിന്റെ ദൈവം, നിന്റെ നീതി എന്നിൽ കൂടെ വെളിപ്പെടണം. ചിലപ്പോൾ ചില കർഷകർക്ക് മാസങ്ങളെടുക്കാം, ഒരു വിഷയമില്ല. സ്തോത്രം. എങ്കിലും കർത്താവ്, ഞാൻ നിന്നിൽ ആശ്രയിക്കും. നീ എൻ്റെ മുഖപ്രകാശ രക്ഷ. ഉപദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. കോവിഡ് സമയത്ത് ഗവൺമെൻറ് എല്ലാവർക്കും വാക്സിൻ കൊടുക്കണമെന്ന് പറഞ്ഞു. നിനക്ക് കർത്താവ് സൗഖ്യം തന്നിട്ട് നിന്നെ സൗഖ്യത്തിൽ നിർത്തിയിരിക്കുന്നെങ്കിൽ ഗവൺമെൻറ് അധികാരികൾ കൊണ്ടുവരട്ടെ. നീ ചെയ്തില്ലെങ്കിൽ നിന്നാരും കൊന്നുകളയോ? കൊന്നുകളയട്ടെ. നിനക്ക് കർത്താവ് സൗഖ്യം തന്നെ നിർത്തിയിരിക്കുന്നെങ്കിൽ സ്തോത്രം കർത്താവ്, നീ എന്നെ നിർത്തും. ഗവൺമെന്റ് ഇവിടെ അവിടെ ആ സമയത്ത് റോമാലേഖന 13-ാം അധ്യായം എടുക്കുക. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടക്കട്ടെ. ഗവൺമെന്റാണ് ഓർഡർ വന്നിരിക്കുന്നത്, എല്ലാവരും വാക്സിൻ എടുക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ പ്രവർത്തിക്ക് എഗേൻസ്റ്റ് ആയിട്ട്, അതീതമായിട്ട് ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഓർഡറുകൾ വന്നാൽ നിന്റെ ഡ്യൂട്ടിയാണ് അധികാരികളെ നേരെയാക്കുക. ലോകത്തെ കീഴ്മേൽ മറയ്ക്കുവാനുള്ള അധികാരം നീ എന്നൊരു വ്യക്തിക്കുണ്ട്, ക്രിസ്തുവിൽ. ഇതാണ് ദൈവസഭയുടെ ശ്രേഷ്ഠത. ഇതാണ് ദൈവ പൈതലിന്റെ ശ്രേഷ്ഠത. ദൈവമേ കർത്താവ്, ഈ വചനങ്ങളെ നിങ്ങൾ ശക്തീകരിക്കട്ടെ, ഉറപ്പാകട്ടെ. ഇതുവരെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അനുഭവമില്ലെങ്കിൽ അതിലേൽപ്പിച്ചു കൊടുക്കുക. കർത്താവെ, എന്നെ കൂടെ നീ പ്രവർത്തിക്കത്തക്കണം, എന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കുക. ഇതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താ? ക്രിസ്തുവിൻ്റെ തേജസ്. അവനെ പോലെ അതിന് നമുക്ക് പറ്റും. കർത്താവ് നമ്മളെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായ കരുതനായ സ്തോത്രം. ഈ വിഷയങ്ങൾ കർത്താവേ എളിവിൽ കൂടെ നീ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. ഈ ശബ്ദം കേൾക്കുന്ന ജനത്തെ കർത്താവ് പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് അവരുടെ ജീവിതത്തിൽ നടത്തിയെടുക്കുവാനൊക്കെ വേണം. കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൽ നിന്റെ നാമം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായി കടന്നു വന്ന പ്രവൃത്തികളുമേൽ നിന്റെ കരം ചെലിച്ചല്ല കർത്താവ്. ഇന്ന് ക്ലാസ് എടുക്കുവാനൊക്കെ വേണം പ്രാഗൽഭ്യത്തോടു കൂടെ പറയുവാൻ സാധിച്ചല്ലോ. തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.